ഉണ്ണിമിശിഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹെരോദസിന്റെ പേര് കേൾക്കുമ്പോൾ നാം ആദ്യം ഓർക്കുന്നത് തന്റെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ഹെരോദേസ് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പോലും മടി കാണിച്ചിട്ടില്ല. അവന്റെ ഹൃദയം ദ്വേഷവും ഭയവും നിറഞ്ഞതായിരുന്നു. എന്നാൽ ഈശോന്റെ ജീവിതം അതിന് മറുവശമായിരുന്നു. ഈശോ നമ്മെ ശത്രുക്കളെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. മത്തായി 5:44 ഇങ്ങനെ പറയുന്നു: ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. യേശുവിന്റെ സ്നേഹം പ്രതികാരമല്ല, ക്ഷമയായിരുന്നു. അവനെ ക്രൂശിച്ചവർക്ക് വേണ്ടി പോലും അവൻ പ്രാർത്ഥിച്ചു: പിതാവേ, ഇവർ എന്ത് ചെയ്യുന്നുവെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഹെരോദസിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദ്വേഷം മനുഷ്യനെ എത്രത്തോളം അന്ധനാക്കും എന്നതാണ്. എന്നാൽ യേശുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം മാത്രമാണ് മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നതെന്നും ശത്രുവിനെ ദൈവത്തിന്റെ മക്കളെ കാണേണ്ടതെന്നും. കൂട്ടുകാരെ, ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്നത് ഹെരോദസിന്റെ മനോഭാവമാണ്: ദ്വേഷം, പ്രതികാരം, അസൂയ. എന്നാൽ ക്രിസ്ത്യാനികളായ നമുക്ക് നമ്മുടെ വിളി മറ്റേതിനേക്കാളും വലുതാണ്. ശത്രുക്കളോട് പോലും സ്നേഹത്തോടെ പെരുമാറുക, ക്ഷമിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിന് സാക്ഷികളാകുക. നമുക്കും യേശുവിനെ പോലെ ദയയും ക്ഷമയും നിറഞ്ഞ ഹൃദയം ലഭിക്കട്ടെ. ഹെരോദസിന്റെ മനോഭാവമല്ല, യേശുവിന്റെ സ്നേഹഹൃദയം തന്നെയാണ് നമുക്ക് ആവശ്യം. അതിനെ നമുക്കും പരിശ്രമിക്കാം. ഉണ്ണീശൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.